കടവുളെ കാപ്പാത്തണേ. അപ്പൊ തമിഴ് അറിയില്ലെന്ന് പറഞ്ഞത്? അല്ല, ആകെ അറിയാവുന്ന ഈ ഒരു വാക്കാ. ആരെന്ത് ചോദിച്ചാലും ഞാൻ ഇതേ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടറിലങ്ങ് പറഞ്ഞു തീർക്കും. മിനറൽ വാട്ടറോ? അതെങ്ങനെ? എന്തെങ്കിലും എന്നോടൊന്ന് തമിഴ് ചോദിച്ചേ. നീങ്ക എങ്ക പോരെ? എന്നാ പോവാം. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്താ? എന്തു പറ്റി? വല്ലതും എടുക്കാനുണ്ടോ? അല്ല, ഗുളികയോ? ഇതെന്തിനാ ഗുളിക? അല്ല, തനിക്ക് യാത്ര പറ്റില്ലല്ലോ. കൂടുതൽ നേരം വണ്ടിയിലിരുന്ന ഛർദിക്കില്ലേ? ഏയ്, അതൊക്കെ എന്റെ ചെറുപ്പത്തിലെ കാര്യല്ലേ. അതൊക്കെ മാറി. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും തുണിയെടുക്കാനായിട്ട് മധുരയിലേക്ക് പോകുന്ന ആളല്ലേ ശിവ. ഞാൻ ആ പഴയ ഓർമ്മ വെച്ച് വാങ്ങിച്ചതാ. എന്നാ വെച്ചോ വെച്ചോ. അത് പഴയ ഓർമ്മയെന്ന് പറയുമ്പോ എന്തു പറ്റി? അല്ല, ഇല്ല, ഒന്നുമില്ല. ഹേയ്, അതല്ല, എന്നോട് എന്തോ ചോദിക്കണമെന്നുണ്ടല്ലോ. ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാന്നേ. അതല്ല, എനിക്ക് യാത്ര ചെയ്യുമ്പോ നേരത്തെ ഛർദിലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതാ. പക്ഷെ അതിപ്പോഴൊന്നുമല്ല, ചെറുപ്പത്തിലാ. അതിപ്പോ എങ്ങനെ ശിവന് മനസ്സിലായെന്നാ? എനിക്കങ്ങനെ തോന്നി. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാ? എന്തായാലും ഒരു ധൈര്യത്തിന് മരുന്ന് കയ്യിരിക്കുന്നത് നല്ലതാ. ഹൃദയം മാറ്റിവെച്ച വിഷ്ണുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ ശിവനും അറിയാൻ പറ്റുമോ? അല്ലാതെ പിന്നെ എങ്ങനെയാ എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇവൻ അറിയാൻ പറ്റുന്നത്? ഇനി വിഷ്ണുവിന്റെ ആത്മാവെങ്ങാനും ഇവന്റെ കൂടെ ഉണ്ടോ? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? ആത്മാവ്, പ്രേതം, അതും ഈ പട്ട പകല് കിറക്ക് തന്നെ. എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. അതെ. ആലോചിച്ചത് എന്നെ കുറിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? ചുമ്മാതൊന്ന് എറിഞ്ഞു നോക്കിയതാടോ, അതങ്ങ് കൊള്ളുകയും ചെയ്തു. അതൊന്നുമല്ല, ശിവനിൽ എന്തോ പ്രത്യേകതയുണ്ട്. അതുമല്ല, ഈ യാത്രയ്ക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകത. മരണ സർട്ടിഫിക്കറ്റ് ആരുടെയാണോ വാങ്ങിക്കാൻ പോകുന്നത്, അയാളുടെ മരിക്കാത്ത ഹൃദയം ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇയാൾ അറിയുന്നില്ലല്ലോ. ഇങ്ങനൊരു പോക്ക് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും.